നല്ലൊരു വിന്റേജ് ഫീൽ ഇരുന്ന് വിന്റേജ് ആംബിയൻസ് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇത് കണ്ടില്ല, കച്ചിയൊക്കെ വെച്ചിട്ട് രസകരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. நேச்சுரலாக இருக்குது. பழைய வில்லேஜ் மாடலில் ஒரு ரெஸ்டாரண்ட் இருக்குது. ഹേ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ ഉദുമൽപേട്ടിലാണ് കേട്ടോ. അപ്പം നമ്മുടെ തമിഴ്നാട്ടിലുള്ള യാത്ര ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉദുമൽപേട്ടയിൽ യാത്ര ചെയ്തു പോകുമ്പോഴത്തേന് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണോ? എന്നാൽ നല്ലൊരു വിന്റേജ് ഫീൽ ഇരുന്ന് വിന്റേജ് ആംബിയൻസ് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു സ്പോട്ടിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മധുരൈ റെസ്റ്റോറൻറ്റിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടിലൻ ആംബിയൻസ് ആണ്. ഒരുമാതിരി വിന്റേജ് ഫീലാണ് ഈ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അതിലും ഫീലാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പളനി യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേന്, അതുപോലെ തന്നെ വാൽപ്പാറ യാത്രയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഒന്ന് സമീപിക്കാവുന്ന ഒരു കിടിലൻ റെസ്റ്റോറൻ്റ് ആണ്. അപ്പം മധുരൈ റെസ്റ്റോറൻറ്റിലെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരിക്കൽ കൂടെ എല്ലാവർക്കും വെൽക്കം ബാക്ക് സേഫ് ഗാർഡ് ഫ്ലേവേഴ്സ്. അമ്പോ, ഇതൊരു കിടിലൻ ആംബിയൻസ് ആണ് കേട്ടോ. ഓക്കെ, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കല്ലുകൊണ്ടാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതായത് വിന്റേജ് ഫീലാന്ന് പറഞ്ഞില്ല. നിങ്ങളിത് നോക്കി, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളൊരു ഡാർക്ക് ആംബിയൻസ് ആണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് നല്ല കൂളിങ്ങും ഉണ്ട്. അടിപൊളിയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കൊള്ളാം കേട്ടോ. ഇതൊക്കെ വെള്ളം കൊടുക്കുന്ന സെറ്റപ്പാണ്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജഗ്ഗിൽ വെള്ളം കൊടുക്കത്തില്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ഒരു ആംബിയൻസ് എല്ലാം ഒന്ന് അതേ ആ ഒരു പഴമയുടെ ആ ട്രഡീഷണൽ ടച്ച് ഫീല് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടുത്തെ എല്ലാ പാത്രങ്ങളും സെറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ രസകരമായ കാഴ്ചയാണ്. പിന്നെ ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്ന പ്ലേറ്റും അടിപൊളിയാണ് കേട്ടോ. കാരണം ഇത് എല്ലാം പഴമയുടെ ഫീലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ ഫുഡ് സെർവ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ യങ്സ്റ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ എനർജിയും നമുക്ക് ഫുഡ് കൊണ്ട് തരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പും കണ്ട് അവരെന്നെ നോക്കിയിട്ട് ചിരിച്ചിട്ടൊക്കെ പോകുന്നത് എൻ്റെ സംസാരം കണ്ടിട്ട്. അപ്പൊ നമുക്കേ ഇവിടെ ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട്. അപ്പൊ ഇവര് കഴിച്ചൊക്കെ കഴിഞ്ഞു. നമുക്ക് ചോദിച്ചു നോക്കാം. ബ്രോ വണക്കം. ஹலோ எப்படி இருக்கு? ஃபுட் நல்லா இருக்கு. ஃபுட் நல்லா இருக்கு. ஆம்பியன்ஸ் நல்லா இருக்கு. ஹாண்டட் ரெஸ்டாரன்ட் தீம்ல இருக்கு. உடுமல்பேட்டை இந்த மாதிரி ரெஸ்டாரன்ட் ஃபர்ஸ்ட் இங்க பிரியாணி, நான் ஒரு பன்னீர் பட்டர் மசாலா, சிக்கன் ஃப்ரை எல்லாமே நல்லா இருக்கும். ஹைபிஸ்கஸ் டீ சூப்பரா இருக்கும். ஹைபிஸ்கஸ் டீ அங்க வெளிய இருக்கும். ட்ரை பண்ணி பாருங்க, சூப்பரா இருக்கும். மலையாளிஸ், ஹிந்தி, தமிழ் யார் வந்தாலும் நீட்டா அப்ரோச் பண்றாங்க. சூப்பரா இருக்கு. எல்லாமே நேச்சுரல்ஸ், ஒரு மாதிரி நல்லா இருக்கு. ஹோட்டல்ஸ் நேச்சுரலா இருக்கு. பழைய வில்லேஜ் மாடல்ல ஒரு ரெஸ்டாரண்ட் ஃபீல் நல்லா இருக்கு. எப்படி இருக்கு ப்ரோ? ஃபுட் டேஸ்ட் நல்லா தான் இருக்கும். எல்லாமே நல்லா தான் இருக்கும். எப்படி இருக்கு ஃபுட்? எப்படி இருக்கு? നൈസാ ഇருக்கு. ഓക്കെ, ഇത് കണ്ടില്ല, കച്ചിയൊക്കെ വെച്ചിട്ട് രസകരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. അടിച്ച് പൊട്ടാതിരുന്നാൽ മതി. ഞാൻ അകത്തേക്ക് കയറാവേ. വാ, ഇതുണ്ടോ സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ പാറക്കല്ലിലൊക്കെ വെച്ചിട്ട് ആ പഴയ മറ്റേ നമ്മൾ പഴയ ഗ്ലാസ് സെറ്റപ്പില്ലേ അതുപോലെയൊക്കെ വെച്ചിട്ട് നമുക്ക് ഫുഡ് കഴിക്കുന്ന ഒരു ആ ഒരു വിൻറ്റേജ് ഫീലല്ലേ. ഞാൻ കുറേ പറഞ്ഞ വിൻറ്റേജ് ഫീൽ അത് പോട്ടെ. ശരിക്കും ഉദുമൽപേട്ട്, അതായത് ഈ ഒരു നാട്ടിലുള്ള ആളുകളെല്ലാം ഇവിടെ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി ഫാമിലി ആയിട്ടൊക്കെ വരുന്നുണ്ട്. ഇവിടെ വന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു സൂത്രം കാണിച്ചത്. ഇത് കണ്ടോ, വൺ സെറ്റപ്പാണ് ഇത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പണ്ടത്തെ സിനിമയില് മറ്റേ ഉണ്ടല്ലോ, എടി പെണ്ണേ നീ ഇങ്ങോട്ട് വന്നേ, അങ്ങനെ പറയത്തില്ലേ, ആ ഉമ്മറിൻ്റെ ഒക്കെ മറ്റേ ആ ഒരു പഴയ ഒരു ഗുണ്ടാ സെറ്റപ്പ് ഇല്ലേ, ആ ഒരു ഫീലുണ്ട് കേട്ടോ. തടവറ അതുപോലെ ശരിക്കും പറയാൻ അടിപൊളിയാണ് കേട്ടോ. ഇവിടുത്തെ വാഷ് ചെയ്യുന്ന സെറ്റപ്പും കാര്യങ്ങളും എല്ലാം റെഡിയാക്കിയിരിക്കുന്നത്. ഓ അടിപൊളി. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്രണ്ടേജിൽ തന്നെ ടീ ഷോപ്പ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഫ്രഷ് ജ്യൂസ് കിട്ടുന്ന ഷോപ്പുണ്ട്. അത് നമുക്ക് പുറത്ത് നിന്ന് ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ആംബിയൻസിൽ ഇരുന്ന് കഴിക്കാം. അതുപോലെ തന്നെ ഫാമിലി ആയിട്ട് അകത്തിരുന്ന് കഴിക്കാം. അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ പുറത്തും നമുക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു
കംഫർട്ട് ഇല്ലാത്ത പോലെ നമുക്ക് ഫീൽ ആവത്തില്ല. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും ഫുൾ നമ്മൾ കംഫർട്ടായിട്ട് മാറും. കാരണം അത്രയ്ക്കും അടിപൊളി ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ப்ரோ வணக்கம். வணக்கம். எப்படி இருக்கு? சௌக்கியமா? நல்லா இருக்கு. பிஸ்னஸ் எப்படி இருக்கு? பிஸ்னஸ் ஓகே, எங்களுக்கு ஓப்பன் பண்ணி 1 இயர் தான் ஆகுது. ஒரு நார்மலாக போயிட்டு இருக்கு. ஓ, நார்மலாகிட்டு செம்ம சூப்பராகிட்டு போயிட்டு. ப்ரோ இங்கே பிளேஸ் கரெக்ட் டீட்டெயில் ஒன்று சொல்லுமா? நம்மளோட ஷாப் வந்து லொக்கேஷன் பார்த்தீங்கன்னா உடுமலைப்பேட்டை பொள்ளாச்சி மெயின் ரோட் நியர்பை ப்ரோனோ ஆர்த்தகேர். ஓ ப்ரோ ഇവിടെ എന്നൊക്കെ വെറൈറ്റി இருக்கு? வெரைட்டிஸ் நம்மளோட கடையில் மார்னிங் டிஃபன் பார்த்தீங்கன்னா தோசை வெரைட்டிஸ் இருக்கு. ராகி ரோஸ்ட், கீ ரோஸ்ட், மார்னிங் ஸ்பெஷல் தோசை வெரைட்டிஸ் இருக்கு. வேற இட்லி இருக்கு, பொங்கல், பூரி. மார்னிங்கே நம்ம கடையில் ஸ்பெஷல் பார்த்தீங்கன்னா நான்வெஜ் கிடைக்கும். நான்வெஜ் രാവിലെ ഫുള്ള് നോൺവെജ്. மார்னிங்கே நான்வெஜ் கிடைக்கும். ലഞ്ചിൽ பார்த்தீங்கன்னா மீல்ஸ் வெரைட்டிஸ், பிரியாணி வெரைட்டிஸ். மீல்ஸ் வெரைட்டிஸ் മീൽസ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബിരിയാണിയുടെ വെറൈറ്റീസ് ആണുള്ളത്. നൈറ്റിൽ ഡിന്നറിൽ റൊട്ടി, നാൻ, ബിരിയാണി, ചപ്പാത്തി എല്ലാ ഐറ്റം. ഓ, ബ്രെഡ് ഐറ്റംസ് ആറ് ബിരിയാണി, റൈസ് ഐറ്റം എല്ലാം கிடைக்கும். ஓகே ஓகே. இந்த ஆம்பியன்ஸ் எல்லாருக்கும் செம்ம பிடிச்சிருக்கு, ரொம்ப பிடிச்சிருக்குங்க. வர்றவங்க எல்லாமே ரொம்ப வந்து சாப்பிட்டுட்டு 1 hours 2 hours ரொம்ப டைம் ஸ்பெண்ட் பண்ணிட்டு தான் போறாங்க. இங்க எல்லாமே பழமை ஃபீல் தான், விண்டேஜ் ஃபீல் தான். பிளேட், கிளாஸ், ஜக், வாட்டர் ஜக். இந்த ஐடியா யாரு? இந்த ஐடியாத்துக்கு எல்லாமே காரணம் எங்களோட மேடம் தான், ஓனர் மேடம் தான். ஓனர் நேம் வந்து அவங்க மிஸ்ஸஸ் ஆர்த்தி. மிஸ்ஸஸ் ஆர்த்தி. மிஸ்ஸஸ் ஆர்த்தி மேம், இந்த ஆம்பியன்ஸ் இஸ் சூப்பர். காரணம் அடிப்படை அவங்க தான். எங்க இன்ஜினியரோ அப்படி இப்படின்னு யாரும் வச்சு எதுவுமே பண்ணது கிடையாது. மேடமோட ஐடியா தான். A to Z கடையில இருக்க A to Z எல்லாமே மேடமோட ஐடியா தான். வேற யார்கிட்ட கேட்டோ அப்படி எதுவுமே கிடையாது, மேடமோட ஐடியா தான். அது அடிப்படையான கேட்டோ. நம்மளோட ரெஸ்டாரண்ட்ல வந்து ஃபுட்டு எல்லா கடை மாதிரியும் இருக்கும். பட் ஆனால் வந்து நம்ம யூஸ் பண்ற இன்கிரியன்ஸ் எல்லாமே மசாலா இன்கிரியன்ஸ் எல்லாமே 85% ஆர்கானிக் இன்கிரியன்ஸா யூஸ் பண்றோம். ஆர்கானிக் അത് ഭയങ്കര വെറൈറ്റി ആണ് കേട്ടോ. നമ്മുടെ ഇവരുടെ സ്ലോഗൻ തന്നെ ഓർഗാനിക് ഫുഡ് ടേസ്റ്റ് ചെയ്യാം എന്നാണ് കേട്ടോ. അപ്പം അത് ഭയങ്കര വെറൈറ്റി ആണ്. പറഞ്ഞോ. ஆர்கானிக் வெஜிடபிள்ஸ் பார்த்தீங்கன்னா ஆர்கானிக் ஃபார்ம். நம்ம ஆர்கானிக் ஃபார்ம் திண்டுக்கல்ல இருக்கு. அங்க திண்டுக்கல் ஆர்கானிக் ஃபார்ம் இருக்கு. அங்க இருந்தா வெஜிடபிள்ஸ் எல்லாம் 3 days once വെജിറ്റബിൾസ് വന്നിട്ട് தான் இருக்கு. ശരിക്കും നമ്മൾ ഒരു യാത്ര ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആദ്യം വേണ്ടത്, നമ്മൾ ഫുഡ് കഴിക്കുമ്പോഴത്തേനും നമുക്ക് അവിടെ കിട്ടുന്ന ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ഉള്ള ഫുഡ്, അതുപോലെ വയറ് കേടാതെ ഉള്ള ഫുഡ്, പിന്നെ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു റിലാക്സാക്ഷൻ, ഇത് മൂന്നും നമുക്ക് ഇവിടെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അത്ര അടിപൊളിയാണ്. ഓക്കെ. സോ അപ്പം എന്താ നമുക്കുള്ള ഇന്നത്തെ നമ്മുടെ ഡിന്നർ ഐറ്റംസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണുമ്പോഴത്തേനും വിശപ്പ് വരാത്തവനും വിശപ്പ് വന്നു പോകും. ഓക്കെ, അപ്പം നമുക്ക് എൻ്റെ ഫ്രണ്ടിലുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ദാ ഫസ്റ്റ് തന്നെ മൊറിമൊറി ചിക്കൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം മൊറിമൊറി ചിക്കൻ മീൻസ് ലോലിപോപ്പ് പോലെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് മൊറിമൊറി ചിക്കൻ. ഓക്കെ, അതിനുശേഷം മൊറിമൊറി ചിക്കന് ശേഷം ഇതെല്ലാം ഗാർണിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഗാർണിഷ് ചെയ്തേക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം ഇവരുടെ ഓർഗാനിക് ആയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ വെച്ചേക്കുന്നത്, ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത്. ഇതുണ്ടല്ലേ, ബൺ പൊറോട്ടയാണ്. ബൺ പൊറോട്ടയിൽ വെച്ചിരിക്കുന്നത് ഇതുണ്ടോ, ഈ തുളസിയൊക്കെ കണ്ടില്ലേ, അതായത് നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇത് ബൺ പൊറോട്ട. ദെൻ ബൺ പൊറോട്ടയ്ക്ക് ശേഷം നമുക്ക് ഇതാ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടൻ കോഴി ചിക്കയാണ് കേട്ടോ. അതെന്ന് വെച്ചാൽ ചുക്ക, നാടൻ കോഴി ചുക്ക. ഓക്കെ, അതിനുശേഷം മട്ടൻ ബിരിയാണി, ഡിണ്ടിക്കൽ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. അത് വളരെ സ്പെഷ്യലായിട്ടൊരു സാധനമാണ് മട്ടൻ ബിരിയാണി, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. ദെൻ അതാ ഇവിടെ ചിക്കൻ ഫ്രൈഡ് റൈസുമാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തേക്കിനുള്ള നമ്മുടെ ഇന്നത്തെ ഡിഷസ്. ഓക്കെ, അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കഴിച്ചു നോക്കാം. അപ്പോൾ കഴിച്ചിട്ട് ഞാൻ പറയാം. നമുക്ക് ആദ്യം മട്ടൻ ബിരിയാണിയിൽ തുടങ്ങാം കേട്ടോ. മട്ടൻ ബിരിയാണി നമുക്ക് തുടങ്ങാം. സോ മട്ടൻ ബിരിയാണി നമുക്ക് ഓക്കെ, മട്ടൻ പീസുണ്ട്, റൈസും എടുത്തിട്ടുണ്ട്. ഓക്കെ, നൈസ്. മട്ടൻ്റെ പീസ് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ. വളരെ സോഫ്റ്റ് ആയിട്ടാണ് ആ മട്ടൻ്റെ പീസൊക്കെ ഉള്ളത്, അടിപൊളിയാണ്.
ഇനി നിങ്ങൾക്ക് തോന്നും ഈ മുറിമുറി ചിക്കൻ എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാം. ഓക്കെ, ലോലിപോപ്പ് പോലെ തന്നെയുണ്ട്. അപ്പം നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ, മുറിമുറി ചിക്കൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ ക്രിസ്പി സാധനം ഇല്ലേ, ആ ക്രിസ്പി ചിക്കനാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമുക്ക് ബൺ പൊറോട്ട ഉണ്ട് കേട്ടോ. ബൺ പൊറോട്ടയും മയോണസും മുക്കി അടിപൊളി. അപ്പം നമുക്ക് ഇന്നത്തെ നമ്മൾ ഡിന്നർ കണ്ടില്ലേ. അപ്പം നമ്മൾ ഇതെല്ലാം ഞാനങ്ങ് കഴിക്കാൻ വേണ്ടി പോകണേ. ഇത്രയും ഞാൻ ഒറ്റയ്ക്കല്ല, നിങ്ങൾക്കറിയാലോ നമ്മുടെ കൂടെ വലിയൊരു ടീമുണ്ട്. അപ്പം നമ്മൾ ഒരുമിച്ച് ഇതിങ്ങ് ആസ്വദിച്ച് കഴിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ഡിന്നറിൽ. യെസ്, അപ്പം ഇന്നത്തെ നമ്മുടെ ഫുഡ് അടിപൊളിയായി കേട്ടോ. കാരണം ഇന്നത്തെ ഡിന്നർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദുമൽപേട്ടിലുള്ള മധുലയിൽ എന്നൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ കഴിച്ചത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഫുഡ് അടിപൊളിയായിരുന്നു, ഒന്നും പറയാനില്ല. ഇത് കഴിഞ്ഞപ്പോഴത്തേനും ഇതാ നമുക്ക് നല്ല മൊജിറ്റോയും കൊണ്ടുവന്നിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീൽ അടിപൊളിയായിരിക്കും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു എസൻസ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഇവർ നാച്ചുറലാണ്. അപ്പം ഞാൻ അതുകൂടെ അങ്ങ് കുടിച്ച് ഒന്ന് ഫ്രഷ് അപ്പ് ആവട്ടെ. ഓക്കെ, സോ അപ്പം ഇവിടുത്തെ ലൊക്കേഷനും ഇവിടുത്തെ ആംബിയൻസും എല്ലാം നിങ്ങൾ കണ്ടില്ലേ. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. കൂടെ തന്നെ ഉണ്ടാവുക. ചാനൽ ഒന്ന് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ടായിട്ട് കൂടെ തന്നെ ഉണ്ടാവണം. നമ്മുടെ തമിഴ്നാട്ടിലെ എല്ലാ യാത്രയിലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ സേഫ് ഗാർഡ് ഫ്ലേവേഴ്സിൽ നിന്നും ഞാൻ ഡ്രീം റോക്കി. ബൈ ബൈ.